നമസ്കാരം. ഞാൻ വാണി, കലാകാരിയാണ്. 2019 നിറച്ചാർത്ത് ക്യാമ്പിൽ ഞാനും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. ഏത് കലയാണെങ്കിലും എന്നെ അത്രമേൽ മോഹിപ്പിക്കാറുണ്ട്. നല്ല കല എന്നോ ചീത്ത കല എന്നൊന്നും പറയാൻ എനിക്കിഷ്ടമല്ല. മറിച്ച് സത്യസന്ധമായ കല എന്ന് പറയാനാണ് ഏറെ ഇഷ്ടം. സത്യസന്ധമായ കല ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. അത്തരം സത്യസന്ധമായ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ് നിറച്ചാർത്ത് ക്യാമ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ. ഞാൻ അതിന് ശേഷം 2019 ശേഷവും വർക്ക്ഷോപ്പുമായിട്ടും മറ്റും പല കാര്യങ്ങളിലും സഹകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പങ്കെടുക്കലുകൾ അവർ ആ സംഘാടകർ എങ്ങനെയാണ് അതിനെ വർക്കുകളെല്ലാം ഭംഗിയിൽ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ വിഭജിച്ച് അതിനെ നല്ല രീതിയിൽ ആ ഒരു ക്യാമ്പിനെ വിജയമാക്കാൻ അവരെ കൊണ്ട് സാധിക്കാറുണ്ട്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുട്ടികളും അതായത് കുട്ടികളെന്നല്ല വളർന്നു വരുന്ന ഓരോരുത്തരും ലഹരിക്കും അക്രമങ്ങൾക്കൊക്കെ അടിപ്പെട്ട് പലതും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഈ 10 വർഷത്തെ അവരുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം കുട്ടികളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി തന്നെ മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കലയുടെ ഇടപെടൽ ഒരു നാടിനെ സാധിക്കുമെന്നുള്ളത് അവർ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഓരോ കുഞ്ഞു കണ്ണുകൾ അത്ഭുതത്തോടെ നമ്മെ ഉറ്റുനോക്കണത് നമുക്ക് കാണാൻ പറ്റും. അവർ അത്രമേൽ കലയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവരുടെ കയ്യിൽ കളർ കൊടുത്താൽ അവർ വളരെ രസകരമായി നേരത്തെ പറഞ്ഞ പോലെ സത്യസന്ധമായി അവർ കലയും ആയിട്ട് സംവദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു നാടിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും കൂടി ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ മുൻപ് എപ്പോഴും ഒരു കാഷ്വൽ ടോക്കിൽ ഇതിൻ്റെ പ്രധാന സംഘാടകനായ ബഹുമാനപ്പെട്ട ശ്രീ സതീഷിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, എൻ്റെ വീടും പരിസരവും ഞാൻ നന്നാക്കുക, ബാക്കിയുള്ളവർ അവരുടെ ഇടം നന്നാക്കട്ടെ. അങ്ങനെയാണ് സംസാരിച്ചത്. വളരെ ശരിയാണ് അത് അല്ലേ? നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഇത്തരത്തിൽ ഇടപെട്ട് നന്നാക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിൽ മറ്റ് മോശമായ പ്രവൃത്തികൾക്കൊന്നും ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ ഒരു ഒഴുക്ക് വളരെ നല്ലതായിട്ട് ഇനിയും തുടരട്ടെ. ഇനിയും ഒരുപാട് അവർക്ക് ചെയ്യാൻ സാധിക്കും. നിറച്ചാർത്ത് ക്യാമ്പിന് ഈ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്.